രാത്രി ജനാപത്തുകാരനായി. സുബൈ നമ്മൾ അത്താഴം കഴിച്ച് സുബൈ ബാങ്കിന് ശേഷം ശുദ്ധിയായാൽ ബുദ്ധിമുട്ടുണ്ടോ? ശരിക്കും നോമ്പിനെ ബാധിക്കുമോ? നമ്മൾ പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസ്ബിഹു വഹുവ ജുനുബുൻ, ജനാപത്തുകാരനായിരിക്കെ സുബ്ഹിൽ പ്രവേശിക്കും. എന്നിട്ട് പറയാം ഗൈറ ഇഹ്തിലാമിൻ, സ്വപ്നസ്കലനൊന്നുമല്ല, അല്ലാതെ തന്നെ നബി നോമ്പുകാരനായിരിക്കെ പ്രഭാതത്തിൽ പ്രവേശിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാണ്. അത് നോമ്പിന് ഒരിക്കലും ബാധിക്കുന്നതല്ല. കുളിക്കുന്നത് എന്തിനാണ്? നോമ്പിനല്ല, മറിച്ചോ അത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരിക്കലും നോമ്പിനെ ബാധിക്കുന്നതല്ല എന്ന്. അതേപോലെ തന്നെ ആർക്കെങ്കിലും ഒരു ധാരണ മുമ്പ് സഹായിമാർക്ക് ഉണ്ടായിരുന്നു, റമദാനിൽ ഒരിക്കലും, റമദാന്റെ പകല് ഏതായാലും പാടില്ല, രാത്രിയിൽ പോലും ശാരീരിക ബന്ധം പാടില്ല എന്നൊരു ധാരണ. ഫൽആന ബാശിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും, ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞു. സൂറത്ത് അൽ ബഖറയിലെ 183 മുതൽ 187 വരെയുള്ള ആയത്തുകളിലാണ് റമദാനെ കുറിച്ചും നോമ്പിനെ കുറിച്ചും പറയുന്നത്. അതിൽ പ്രത്യേകം പറയുന്നു, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ഭാര്യമാര് രാത്രി കാലങ്ങൾ പ്രാപിക്കാവുന്നതാണ്. അതും തെറ്റായ കാര്യമല്ല. അങ്ങനെ ഒരാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ സുബ്ഹിക്ക് മുമ്പ്, മറ്റു ചില ഹദീസുകൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കണം, അല്ല അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സുബ്ഹിക്ക് മുമ്പ് കുളിക്കാറുണ്ടായിരുന്നോ അതോ സുബ്ഹി കഴിഞ്ഞിട്ട്? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയും, റമദാൻ അല്ലാത്ത കാലത്തൊക്കെയാണ് നബി ചിലപ്പോഴൊക്കെ പിന്നെ സുബ്ഹിക്ക് മുമ്പ് കുളിക്കും, ചിലപ്പോഴൊക്കെ സുബ്ഹി ആയിട്ടാ കുളിക്കാറ്. അൽഹംദുലില്ലാഹ്, ഈ ദീനൊരു വുസ്അത്ത്, ഒരു വിശാലത ഉണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അവർക്ക് നോമ്പിനൊരിക്കലും ബാധിക്കുന്നതല്ല എന്ന്.